നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് കൃത്യമായി BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെ BJP നേതൃത്വം അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും നീക്കിയെടുക്കാൻ അതിനുവേണ്ടിയുള്ള മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങി തുടങ്ങിയെന്ന് സംഘപരിവാർ ഗോദി മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. സുപ്രീം കോടതിയെ പരസ്യമായി ചീഫ് ജസ്റ്റിസിൻ്റെ വരെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച കാലഘട്ടമുണ്ട്. BJP നേതാക്കളെ വാനോളം വാഴ്ത്തുന്ന അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ അത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയെന്ന് പറയുന്നത് ഹർജികൾ അത് പുനഃപരിശോധിക്കാനും അത് തള്ളിക്കളയാതിരിക്കാനും നിരന്തരമായി ഒന്നിനു പിറകെ ഒന്നായി BJP നേതൃത്വത്തിനെതിരെ, സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്കെതിരെ, ജ്ഞാനേഷ് കുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രക്രിയയിൽ ഉണ്ടായിരിക്കുന്ന വൻ വെട്ടിപ്പ്, അതും EVM പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്നതും SIR നടപടിയെ പരിപൂർണമായി എതിർക്കണം എന്ന് തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജികളാണ്. ആ ഹർജികൾ എല്ലാം ചവറ്റുകുട്ടയിലേക്ക് എടുത്ത് തള്ളി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അത് വസ്തുതാപരമായി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സൂര്യകാന്ത് റിപ്പോർട്ടുകളെല്ലാം ഏകപക്ഷീയമായി വലിച്ചെറിയും എന്ന് പ്രതീക്ഷിച്ച BJPക്ക് അങ്ങനെയല്ല. സൂര്യകാന്ത് നേരും നെറിയുമുള്ള ഒരു ജസ്റ്റിസ് തന്നെയാണ്. തൻ്റെ മുൻഗാമികളുടെ പാത അതുപോലെ തന്നെ പിന്തുടരാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് BJP നേതൃത്വത്തിനെതിരെ അതിശക്തമായിട്ട് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു ഒളിപ്പോര് തന്നെയാണ് നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ സൂര്യകാന്ത് BJP നേതൃത്വത്തിനെ വിമർശിക്കുകയോ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേഹത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ മുൻപിരുന്ന ചീഫ് ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് ഖന്നയും അതുപോലെ തന്നെ BR ഗവായും പേരെടുത്ത് പറഞ്ഞ് തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം സമാധാനത്തോടെ മുന്നോട്ട് പോയിരുന്ന BJP നേതൃത്വത്തിന് ആകെ അവരുടെ മാനസികാവസ്ഥ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യും, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് അമിത്ഷായ്ക്കും ജ്ഞാനേഷ് കുമാറിനും അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കൾക്കും ആലോചിച്ച് എടുക്കാനുള്ളത്. സുപ്രീം കോടതി എന്നത് അശരണരുടെ അത്താണിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമാണ് എന്നതും അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കസ്റ്റോഡിയനാണ് എന്നതും വീണ്ടും വീണ്ടും അതിൻ്റെ അന്തസത്ത ഉയർത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് മറുപടി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു.